വെൽക്കം ബാക്ക്. ത്രീ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് അവസാനിച്ചത്, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ക്യാൻഡിൽ അവസാനിച്ചത് ബുള്ളിഷ് ട്രെൻഡിലാണ് എന്നുള്ളത്. ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി തുടങ്ങിയവർക്ക് എന്ത് ചെയ്തു, ഒരു ഹോൾട്ട് ക്യാൻഡിൽ, ഡെയിലി ക്യാൻഡിൽ, ഹോൾട്ട് ക്യാൻഡിൽ എന്ന ലെവലിൽ ചെറിയൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് സൈഡ് വൈസ് ആയിട്ട് തീരാണ് ചെയ്തത്. ഓപ്പൺ ചെയ്തതിനു ശേഷം ചെറുതായിട്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആണ് എന്ത് ചെയ്ത് താഴേക്ക് വന്നത് എന്നുള്ളതാണ്. മാർക്കറ്റിൽ എപ്പോഴും സെൽ ഓഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സെല്ലിംഗ് ആണെങ്കിൽ അതെന്തുണ്ടാവും, നല്ല സ്പീഡിൽ വരും എന്നതാണ്. ബൈയിങ് ആണെങ്കിൽ ചിലപ്പോൾ സ്ലോ മൊമെന്റം കാണിച്ചാൽ പോലും സെല്ലിംഗ് എപ്പോഴും തരും ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ മൊമെന്റം കണ്ടപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു മാർക്കറ്റ് ഇതിന് താഴെ വരാൻ സാധ്യതയില്ല എന്നുള്ളത്. നമ്മൾ മിഡ് ക്യാപ്പിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 1:3 അല്ലെങ്കിൽ 1:4 മുകളിൽ ട്രേഡ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ ട്രേഡ് അനാലിസിസ് ചെയ്ത് നോക്കാം. ഡെയിലി ക്യാൻഡിൽ അല്ല, 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. അപ്പം ഇതില് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 12,734 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ച് 12,800 വരേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ജമ്പിങ് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രേഡ് ചെയ്ത ആൾക്കാർക്ക്, ലൈവിലായാലും ക്ലാസ്സിലായാലും ഇരുന്ന് ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ആകെ പറഞ്ഞ കാര്യം വെച്ചാൽ 12,800 അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ 814 എന്നുള്ള ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഹോൾസെയിലേക്ക് ട്രേഡ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയക്കകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് അവിടെ നിന്ന് കൺസോൾട്ട് ചെയ്തു ഒരു പിൻബാർ ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് ചെയ്തു ഒരു ഫാള് തിരം ചെയ്ത് അവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് ആ ഏരിയയിൽ കൺസോൾട്ട് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. പിന്നെ നിഫ്റ്റി, അതേപോലെ നിഫ്റ്റി ബാങ്ക് തുടങ്ങിയ എല്ലാ സ്ക്രിപ്റ്റുകളും എന്ത് ചെയ്തു, മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് തീർന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ നിഫ്റ്റിയിലാണെങ്കിൽ 24,637 ആയിരുന്നു. ഇന്ന് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് പ്ലാൻ ചെയ്തിരുന്ന ഏരിയ 24,637 ആയിരുന്നു. അതിനുശേഷമാണ് 24,693 എന്നുള്ള ലെവലായിരുന്നു. അപ്പൊ ഇതിന് മുകളിൽ മാർക്കറ്റ് പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നാളെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് 24,637 മുകളിൽ ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഹോൾസെയിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും 24,637 ബ്രേക്ക് ചെയ്യുന്നത് വരെ നമ്മൾ നാളെ നിഫ്റ്റിയിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതേപോലെ ഡൗൺ സൈഡ് ട്രേഡ് ആണെങ്കിൽ 24,500 താഴെ, 24,474 താഴെ വരികയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 24,400, അതേപോലെ 24,191, 24,316 എന്നുള്ള ലെവലുകൾ നമ്മൾ ടാർഗറ്റ് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിനിടയിലുള്ള ഒരു ട്രേഡുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളത് കൃത്യമായ ധാരണയില്ല. മിക്കവാറും സൈഡ് വൈസ് ആയി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ നാളെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ലെവലിന് മുകളിൽ വന്നാൽ പോലും 50,450, 50,500 എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ 50,478 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 50,480 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് 50,565, 50,600. അത് കഴിഞ്ഞാൽ 50,674 അല്ലെങ്കിൽ 50,728 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് എന്ന് ഉദ്ദേശിച്ചത് 50,600 അടുത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 50,598 അല്ലെങ്കിൽ 550 സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 50,841, 50,950, 51,950 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്താണ് കോൾ സൈഡിലേക്കും. ഇനി ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50,285 എന്നുള്ള ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്കുള്ള ട്രേഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. 50,000 ഒരു റൗണ്ട് ലെവൽ ആയതുകൊണ്ട് അതുവരേക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റും. സപ്പോർട്ട് എന്നുള്ളത് 50,000 വെക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ലോസ് ആണ്. ഫിൻനിഫ്റ്റിയും ഏകദേശം സെയിം ചാർട്ടാണ് എന്നുള്ളത് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ട്രെൻഡ് ലൈനിൽ താഴെയാണ് ഫിൻനിഫ്റ്റിയുടെ ഓപ്പണിംഗ് സംഭവിച്ചത്. അതിനുശേഷം മാർക്കറ്റ് ചെയ്തു സ്ലോ ആൻഡ് സ്റ്റഡി താഴെ വന്ന് സൈഡ് വൈസ് ആയിട്ട് തിരികെയാണ് മാർക്കറ്റ് ചെയ്തത്. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ഇതേ സെയിം ചാർട്ട് തന്നെ ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ചെയ്യുന്നുള്ളൂ
22,963 മുകളിൽ വന്നാൽ 23,000 അല്ലെങ്കിൽ 23,067, 23,156 എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് കോൾ സൈഡിലേക്കും 22,870 താഴെ 22,840 താഴെ വന്നാൽ മാത്രം ചെയ്യുന്നുള്ളൂ നമ്മൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പ്രോബബിലിറ്റി കൂടുതൽ 23,000 മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ട്രേഡ് എന്ന് പറയുന്നത് കോൾ സൈഡിലേക്ക് ട്രേഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡുകൾ ഫസ്റ്റ് കിട്ടിയ ട്രേഡുകൾ വെച്ച് മിഡ് ക്യാപ്പിൽ ഒഴികെ മറ്റുള്ള സ്ക്രിപ്റ്റുകൾ ട്രേഡ് ചെയ്ത ഒരാൾക്ക് പോലും പിന്നെ മാർക്കറ്റിന് കാര്യമൊന്നും കിട്ടിയിട്ടില്ല. കാര്യം സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ചെയ്യാം, എല്ലാ സ്ക്രിപ്റ്റുകളും നോക്കുക. ഏതെങ്കിലും സ്ക്രിപ്റ്റ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലാത്ത സ്പേസിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്യുന്നതിന് പകരം 1-2 ട്രേഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പ്രോപ്പറായ സ്റ്റോപ്പ് ലോസ്, അതേപോലെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇന്ന് നോക്കി അറിയാൻ പറ്റും HDFC ബാങ്ക്, ICICI ബാങ്ക്, അതേപോലെ ആക്സിസ് ബാങ്ക് തുടങ്ങിയ മുൻനിര ബാങ്കുകളൊക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. SBI അതേപോലെ കൊട്ടാക് ബാങ്ക് മാത്രമാണ് ഇത് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ അടുത്ത് കയ്യിലുള്ള സ്റ്റോക്കുകളാണ് അരവിന്ദ്, ബർഗർ പെയിന്റ്, ഡാബർ, NMDC, അതേപോലെ രാധിക ജോൾടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ. രാധിക ഇന്ന് അപ്പർ സർക്യൂട്ട് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഏകദേശം 20% അപ്പിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 60 രൂപയുടെ ഉള്ളിലാണ് അല്ലെങ്കിൽ 65 രൂപയുടെ ഉള്ളിലെടുത്ത സ്റ്റോക്കാണ് രാധിക എന്ന് പറയുന്നത്. അപ്പൊ അത്യാവശ്യം ഇന്ന് ആ ട്രേഡ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് എടുത്ത ആ ട്രേഡ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഏകദേശം 50% മുകളിൽ നിലവിൽ പ്രോഫിറ്റ് തന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇപ്പം ബുക്ക് ചെയ്ത് പകുതിയെങ്കിലും ബുക്ക് ചെയ്ത് മാറി അടുത്ത പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് റൈഡ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഇനി ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന NMDC ആണ് നമ്മൾ SIP ആയിട്ട് ചെയ്തു പോകുന്നത്. NMDC മാത്രമാണ് നമ്മൾ ഇപ്പം തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.